വിളിച്ചില്ല. ഇന്നലെ രാത്രി വിളിഞ്ഞിരിക്കുന്ന നെറ്റിനെ കുറിച്ച് യാതൊരു ധാരണയുണ്ടായില്ലല്ലോ. നെറ്റ് വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന സാധനം ഈ ലോകത്തില്ലാത്തൊരു സംഭവം നല്ലത്. ഇത്തിരി ഉത്തരവാദിത്ത ബോധമുള്ള നിങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദിവസവും വന്നിട്ട് ശകാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ചായി 2 കൊല്ലം മുമ്പ് ഞാൻ വന്ന് മാറ്റിച്ചതാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇതൊന്നും ജനറിക് പേരല്ല. ഞങ്ങൾ ഓരോ മരുന്ന് കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്ന മരുന്ന് നമ്മുടെ സ്ഥാപനത്തിൽ മെഫനമിക് ആസിഡിന് എഴുതി ഒട്ടിക്കണം, ഇബുപ്രോഫെൻ എഴുതി ഒട്ടിക്കണം. ഒരു കമ്പനി ഈ ആശുപത്രി ഭരണം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഞങ്ങൾക്ക് ദിവസം ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. മിനിസ്റ്റർക്കും DHS ഞങ്ങൾ തരുന്ന നിർദ്ദേശം നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഡ്യൂട്ടി കറക്റ്റ് ടൈം കേട്ടോ. ഇവിടെ ഞങ്ങളിങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് റെഡിയാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഇനി അങ്ങ് അതിലൊരു കൃത്യവിലോപം കണ്ട ഇപ്പോൾ ഒന്ന് പറഞ്ഞ പോലെ താക്കീതുമായിട്ട് ഞാൻ പോകില്ല. മനസ്സിലായോ? ആരായാലും ഇവിടെ മറ്റതിനേക്കാളും കുറച്ച് കൂടുതലാണ് പീഡിയാട്രിക് വാർഡ്. വേസ്റ്റ് ബോർഡ് പെട്ടി വെക്കാനുള്ള സ്ഥലമാണ് ഇത്. ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്. അല്ല, പിന്നെ ഇതിനത് ഇവിടെ വെച്ചേക്കുന്നത് ഇത് നമുക്ക് ആരും ഡൊണേറ്റ് ചെയ്തതാണ് മേഡം. അതുകൊണ്ട് കണ്ടാമിനേഷൻ കൊടുക്കുമ്പോൾ എടുക്കില്ല. ഡൊണേറ്റ് ചെയ്ത സാധനം പോയാലും വെക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട്ടിലൊരു വസ്തു കേടായാൽ അച്ഛൻ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെക്കുമോ? വെക്കുമോ? അത് കളയേണ്ടുന്ന ഇടമില്ലേ? ആഫീസ് ഡോക്ടർ ഇങ്ങനെയുള്ള സാധനം എടുത്തോണ്ടോ പറഞ്ഞാൽ കൊണ്ടുവന്ന ആളുകളില്ലേ ഈ ലോകത്ത്?
പിന്നെ ഒരു തറവാട്ട് സ്വത്തങ്ങാനും സൂക്ഷിച്ച പോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നിന്റെ മേലേക്ക് എന്താ നോക്ക്. എന്നാ പിന്നെ കുട്ടികളുടെ വാർഡിൽ ഡെങ്കി വെച്ച് കിടക്കാൻ സ്ഥലമുണ്ടല്ലോ ഇവിടെ. പിന്നെന്ത് ഈ വാർഡ് മുഴുവൻ കാലിയാണ്. എന്ത് ജോലി കൊടുക്കും? ഡെങ്കിയുടെ കുട്ടികളെ ഡെങ്കി ഇല്ലാത്ത കുട്ടികളെ ഒരുമിച്ച് കിടത്തുമ്പോൾ ഇവിടെ സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ ഒരു താൽക്കാലിക സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ പറ്റിക്കൂടെ നിങ്ങൾക്ക്? എന്ത് പഠിച്ചിട്ടാണ്? ഇന്ന് ആരും ചോറ് രാവിലെ സെപ്പറേഷനില്ലേ എവിടെ ശോശാമ്മ? ഇതെല്ലാം ശോശാമ്മ നോക്കേണ്ട കാര്യമാണ്. ആരാ നൈറ്റ് ഡ്യൂട്ടി ഇത് പരിശോധിക്കുക, റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. എന്തത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്താ ചെയ്യാത്തത്? ഗ്രേഡ് 2 നഴ്സിംഗ് അസിസ്റ്റന്റ് ചെയ്യണം നിയമമുള്ളതല്ലേ? ആരുമില്ലേ നമ്മള് കളിയില്ല സിസ്റ്റർ. ആരും നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 നഴ്സിംഗ് ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കഷ്ടിച്ചൊരു 30 സ്റ്റാഫിന്റെ കുറവല്ലേ ഉള്ളത്, ബാക്കിയെല്ലാം പില്ലായില്ല. അത്രയും ആളുകളെ താൽക്കാലികമായിട്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഫണ്ട് നിങ്ങളെടുത്തില്ലേ? ആരെ ബോധിപ്പിക്കാനാണ് ഈ പറയുന്നത്? കേരളത്തിലെ എല്ലായിടത്തും 61 സ്റ്റാഫും എല്ലാ ആശുപത്രിയും ചെന്ന് നോക്ക്. കേരളത്തിലെ ആശുപത്രിയിൽ ഇങ്ങനെയാണോ? നിങ്ങൾ എറണാകുളം ജയിച്ചിരുന്നു ഇങ്ങനെയാണോ? കൊല്ലം ജയിച്ചു നോക്കൂ ഇങ്ങനെയാണോ? ഞാൻ പോയിട്ടുണ്ട് അവിടെയല്ല. നിങ്ങൾ വിചാരിക്കണ്ട കേരളത്തിലെ മുഴുവൻ ആശുപത്രി ഇങ്ങനെയാണെന്ന്. ഞാനും വിചാരിച്ചു അതൊക്കെ പോലെ തന്നെയായിരിക്കും നിങ്ങൾ വന്ന്. കുട്ടികൾ ഇത്രയും എന്താ മക്കളെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഡ്യൂട്ടിയാണ് നമുക്ക്? എല്ലാവരും നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞതല്ല, ഇവിടെയാണ് ഡ്യൂട്ടി. എത്ര പേർക്ക് ഇവിടെ ഡ്യൂട്ടി? നിങ്ങളോട് എന്താ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഹലോ 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 ഞാൻ നിങ്ങൾക്ക് അധികാരം ചെയ്തിരിക്കുന്നു ഈ വൃത്തികേട് മാറ്റാൻ ഇവരെ ചോദ്യം ചെയ്യാം. എന്നിട്ട് ഇവർ വല്ലവും വഴക്ക് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഉത്തരവാദിത്വം ഈ മുതിർന്ന ആളുകളുണ്ടല്ലോ ഇതെല്ലാം ഹലോ പറഞ്ഞേട്ടോ ഹലോ വേറെ പറയരുത് മാന്യമായിട്ട്.
നിങ്ങൾക്ക് ഇതൊന്നും സൂക്ഷിക്കാൻ അലമാരി ഉപകരണങ്ങളും ഇല്ലെങ്കിലൊന്ന് പറഞ്ഞാൽ മതി ഈ സർക്കാരിനോട്. ഇവിടുന്ന് റിപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങളത് ചെയ്തു തരും. 90 ലക്ഷം ഇവിടെ വെച്ചിട്ടാണ് സകലവും കൂടി ഒരു അലമാരിയിൽ ഡംപ് ചെയ്തിരിക്കുന്നത്. തോന്നിയോ ഇതുവരെ ഇത് മോശമായിപ്പോയി, ഇതിനൊരു അലമാരിയും കൂടി വേണമെന്ന് തോന്നിയോ? എന്നിട്ടോ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് വാങ്ങിത്തന്നില്ല ഇവിടുത്തെ സൂപ്രണ്ട്? ഇത് കരുതി കൂടി നിങ്ങൾ ചിലര് ഇങ്ങനെയൊക്കെ മതിയെന്ന് തീരുമാനിച്ചിരിക്കാൻ അങ്ങനെ വിടാൻ ഭാവിച്ചിട്ടില്ല കേട്ടോ. ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഹലോ 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 നമ്മുടെ സംസ്ഥാനത്ത് മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ പകർച്ചവ്യാധി പടരാനിടയുണ്ട് എന്ന് മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയിരുന്നു ആരോഗ്യ വിഭാഗത്തിൽ നിന്ന്. അതിനനുസരിച്ച് ഗവൺമെൻറ് ശക്തമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. ജില്ലാ കലക്ടർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ഞങ്ങൾ 2-3 മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരും പങ്കെടുത്തിരുന്നു. ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഡയറക്ടർ ഹെൽത്ത് സർവീസ് ഒക്കെ പങ്കെടുത്തിരുന്നു അതിനകത്ത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് തോന്നിയിരുന്നത്. കാരണം ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ജനുവരി മുതൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ നടപടികൾ മിക്കവാറും ജില്ലകളിൽ അവർ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനമായി 2 ക്യാമ്പയിൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിരുന്നു. ഒന്ന് ഹെൽത്തി കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരാനിരിക്കുന്ന വിപത്തിനെ നേരത്തെ തന്നെ തടയുന്നതിന്, കാരണം ഇത്തവണ വലിയ ചൂടാണ്, മഴ കുറവാണ്, അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഹെൽത്തി കേരള എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഞങ്ങൾ എടുത്തിരുന്നു. 14 ജില്ലകളിലും ആ ക്യാമ്പയിൻ ഭംഗിയായിട്ട് നടന്നതായി ജില്ലാ കലക്ടർമാരും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജില്ലയിലും ഇടതുപക്ഷ പ്രസിഡന്റൊന്നുമല്ല, പക്ഷേ അവരെല്ലാം തന്നെ നന്നായിട്ടത് വിശദീകരിച്ചു. അവനവൻ്റെ ജില്ലയിൽ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് അവർ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജില്ലാ കലക്ടർമാരും ഗ്രാമപ്രദേശങ്ങളിൽ തോട്ടങ്ങളിൽ ഡെങ്കി ഉണ്ടാവാൻ, അവിടുത്തെ ഈ കൈതച്ചക്കത്തോട്ടം, റബ്ബർ തോട്ടം, അവിടെയൊക്കെ ഡെങ്കി കൊതുകൾ, ഏഡിസ് കൊതുകുകൾ പെരുകാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ നമുക്ക് തോട്ടങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു. അതും പലയിടത്തും നന്നായിട്ട് നടന്നിട്ടുണ്ട്. ചെറിയ പോരായ്മകളുണ്ടാവാം ചിലയിടത്ത്. ഇപ്പോൾ ക്ലീനിങ് നടന്നിടത്തും കണ്ണൂരെ മറ്റൊരു മുനിസിപ്പാലിറ്റിയിലൊരു സംഘം അവിടെ പോയി വളരെ പെട്ടെന്നുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു. ഈ വീഡിയോ കോൺഫറൻസ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ചും 3000